അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. ഇതെന്താ മാവും തൈ കേട്ടാ? എടാ മരം ഒരു വരം. അത് കറക്റ്റാ. അല്ല ഇത് എവിടെ നടാനുള്ള പരിപാടിയാ? എടാ ഞാൻ ഇതൊരു മാതൃകയാക്കാൻ തീരുമാനിച്ച്. വെരി ഗുഡ്. എടാ നമ്മുടെ ഈ പട്ടണത്തിലെ ആരെങ്കിലും ഒരു മാവോ ഒരു പ്ലാവിൻ തൈയോ വീടുകളിൽ നട്ടതായിട്ട് നീ കണ്ടിട്ടുണ്ടോ? അതില്ല. ജമ്മത്ത് നടോ മനുഷ്യന്മാര്? പ്രകൃതിയോടുള്ള സ്നേഹം തന്നെ ജനത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുക, എങ്കിലേ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് ഒരു മാവിൻ തൈ കൊണ്ട് നടാൻ തീരുമാനിച്ചു. നല്ല കാര്യം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ മരം നടലിന്റെ ഒരു പരമ്പര തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെരി ഗുഡ്. മരം ഒരു വരം. മരം ഒരു വരം തന്നെയാ പണിക്കരേട്ടാ. അത് കറക്റ്റ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാ? കഴിഞ്ഞ ആഴ്ച എന്റെ അപ്പൂപ്പന്റെ ആണ്ടായിരുന്നേ. സത്യം പറഞ്ഞ എന്റെ ഒരു 10 പൈസ ഉണ്ടായിട്ടില്ല പണിക്കരേട്ടാ. അതെന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ മാവുണ്ട്. രണ്ടാള് വട്ടം പിടിച്ച പിടിയത്തൂല. ഞാനത് വെട്ടി മുറിച്ച് വീറ്റ് എന്തോരം കാശ് വെട്ടിയെന്ന് അറിയാം. സുഖമായിട്ട് ആണ്ടങ്ങോട്ട് നടത്തി. ഞാനൊരു പോത്തിനോടാണല്ലോ വേദോതി. എന്താ പറഞ്ഞു? സൗണ്ട് പഠിക്കരേട്ടാ. എന്തോടെ പരിപാടി? ഒരു മാവ് നടാൻ പോവുക. മാവോ? ഇവിടെയോ? പണിക്കരേട്ടന് വല്ല തലക്ക് വല്ല ഭ്രാന്തോട്ടാ? അതെന്താ? മോളിലോട്ടൊന്ന് നോക്കിയ ലൈൻ കമ്പി പോണേണ്ട. ഈ മാവൊക്കെ ഇവിടെ ആകെ കുളവില്ലേ? എന്തൊരു കഷ്ടമെന്ന് പറ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും കൊണ്ടാട്. ആ മൂലക്കാടാ. എന്താ പരിപാടി? ഞാൻ ഈ പരിസരവാസികൾക്കൊക്കെ ഒരു മാതൃകയാകാൻ തീരുമാനിച്ച് ഒരു മാവിൻ തൈ ഞാൻ എന്റെ വീട് മുറ്റത്ത് നടാൻ തീരുമാനിച്ചു. അതെന്തായാലും ഉഗ്ര പരിപാടിയാ. നീ എങ്കിലും പറഞ്ഞല്ലേ ഇതൊരു നല്ല പരിപാടിയാണെന്ന്. സകല ആളുകൾ ഇതിനെതിരാ. പക്ഷെ വേറൊരു കാര്യം വെട്ടാൻ പറ്റും. നിർത്ത്. ഈ മാവ് വളർന്ന് നേരെ വല്ല കാറ്റത്തും മഴയത്തും പോസ്റ്റിലോട്ട് വീണിട്ട് ആ പോസ്റ്റും മാവും കൂടെ ഒടിഞ്ഞ് എന്റെ പെരയുടെ മേളോട്ട് വീണ് കഴിഞ്ഞാ എന്റെ പെര തകർന്നു പോകത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യും? വേറെ വല്ല സ്ഥലം ഉണ്ടോ നോക്ക്. ഞാനൊരു കാര്യം ചെയ്യാം. ആ മൂലക്കാടാം. അതാ നല്ലത്. അത് കുഴപ്പമില്ല. നാട്ടുകാരെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുന്നു. ഇവിടെ ഏതായാലും നട്ടുകളയാ. ഇവിടെ ആവുമ്പം മറ്റു സ്ഥലം പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. വൈകുന്നേരം കമല് വരുമ്പം ഞെട്ടിപ്പോ. പണിക്കരായിട്ടോ? ഞാനേ ഇവിടെ ഒരു മാവ് നട്ട് പരിസരവാസികൾക്ക് ഒരു മാതൃകയാകാൻ തീരുമാനിച്ച്. ഒരുപാട് സ്ഥലത്തിൽ നടാൻ നോക്കി. എവിടെ ചെന്നാലും ഓരോരോ തടസ്സങ്ങൾ. അവിടെ ആകുമ്പോ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഇപ്പുറത്താകുമ്പോ ഒരു വീട്, ഇവിടെ ആകുമ്പോ ഓരോരോ പ്രശ്നങ്ങൾ. ഇവിടെ ആകുമ്പോ യാതൊരു തടസ്സവും ഇല്ല. എന്റെ പൊന്ന് പണിക്കരായിട്ട് അവിടെ നടല്ലേ വിഷയാവേ. എന്റെ വീടിന്റെ സെപ്റ്റി ടാങ്ക് ഇവിടെ അല്ലേ? ഇനി ഈ മാവ് അവിടെ നട്ട് അത് കിളിച്ച് അതിന്റെ പേര് സെപ്റ്റി ടാങ്ക് ഇറങ്ങി അത് പൊട്ടി നാറ്റ് കേസാവേ. ഞാൻ എന്ത് ചെയ്യണോന്നാ പറയണേ? വേറെ എവിടെ കൊണ്ട്